എന്ത് ചെയ്യും? നിങ്ങളെല്ലാം എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പതിയെ അവിടെ എന്ത് ചെയ്യും? ഈ കളിച്ച് നീ ഒരു അനക്കം വന്നു കണ്ടില്ലേ? ഈ അനക്കം വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് എടുക്കും. ഇവിടെ ക്ലാസ് എടുക്കുന്നവരല്ല ഞാൻ എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അവർക്ക് ആ പേടി കൂടെ അതുകൊണ്ട് അവർ ആ വാഹനം ഓടിക്കാറുണ്ട്. ആ സ്പേസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഈ സ്പീഡിൽ പോകുമ്പോൾ അവിടെ പോയി തട്ടും. എല്ലാവരും ഈ സ്റ്റിയറിംഗിന് ഭയങ്കര ഈ പ്രാമുഖ്യം കൊടുക്കുന്നതാണ് ആ പേടി ഉണ്ടാകുന്നത്. കാരണം വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം. ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ടിപ്പുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. ക്ലച്ചിന്റെ കൺട്രോളുകൾ കിട്ടുന്നില്ല. ഒരു വാഹനം വീട്ടിൽ നിന്ന് ഇറക്കാൻ നേരവും അതുപോലെ തന്നെ വീട്ടിലോട്ട് കയറ്റാൻ നേരവും അതുപോലെ റിവേഴ്സ് എടുക്കാൻ നേരം ട്രാഫിക് ബ്ലോക്കിലൂടെ പോകുന്ന സമയത്തും ഇടുങ്ങിയ സ്ഥലത്തിന് പോകുമ്പോൾ ക്ലച്ചിന്റെ കൺട്രോൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്കും ഇതിനെപ്പറ്റി പേടിയാണ്. ഈ പറഞ്ഞ സംഭവങ്ങളിൽ ഒരു വാഹനം എടുക്കാൻ നേരം പേടിയാണ്. ക്ലച്ചിന്റെ കൺട്രോളുകൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല. കയ്യിൽ സ്പീഡിൽ പോകുന്നു, ആ സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റി പോകുന്നു. ഇങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം 10-15 വർഷമായിട്ട് ലൈസൻസും കയ്യിലുണ്ട്, സ്വന്തം വണ്ടി വീട്ടിലുമുണ്ട്. ആ വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല, പേടിച്ച്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതായത് ക്ലച്ചിന്റെ കൺട്രോളുകൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഒരു കാർ പോർച്ച് കിടങ്ങുന്ന ഒരു വാഹനമായാലും ഒരു വീടിന്റെ മുറ്റത്തുനിന്ന് ഒരു വാഹനമായാലും ഇടുങ്ങിയ സ്ഥലത്തൂടെ പോകണമെങ്കിലും ഒരു റിവേഴ്സ് എടുക്കണമെങ്കിലും ട്രാഫിക് ബ്ലോക്കിലെ പോകുന്നത് കൃത്യമായിട്ട് ഈ ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടാത്തതുകൊണ്ട് പേടിയാണ് അങ്ങനെയുള്ളത്. അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടുക ഈ ഒരു രീതിയിൽ? അതായത് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്ലച്ചിന്റെ കൺട്രോളിനെ പറ്റി, അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ഗിയറിനെ പറ്റി, അതുപോലെ തന്നെ ആക്സിലേറ്ററിനെ പറ്റി, ബ്രേക്കിനെ പറ്റി എല്ലാം ഞാൻ ജോ ഡ്രൈവിംഗ് എന്ന ഈ ഒരു ചാനൽ ഞാൻ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും വന്ന് ഈ കമന്റായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം അവർ ആ വീഡിയോ കാണാത്തതായിരിക്കും കമന്റായിട്ട് ചോദിക്കുന്നത്. ഞാനവരെ കുറ്റപ്പെടുത്തിയല്ല. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ ക്ലച്ച് ഇങ്ങനെ ഞാനൊരു കണക്ക് പറയാം. അതായത് താഴെ 0 മുകളിൽ 100, താഴെ 0 മുകളിൽ 100. അപ്പൊ നമ്മളൊരു കണക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാഹനത്തിന് അനക്കം വരുന്ന സമയം നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ ആ പറഞ്ഞു വരുമ്പം പകുതി എന്ന് വരുമ്പോൾ നമുക്ക് ഹാഫ് ക്ലച്ച് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. കാരണം ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്തിന്റെ പകുതിക്കാണ് നമ്മൾ ഹാഫ് എന്ന് പറയാറുള്ളത്. ഒരു പുതിയ വാഹനമാകുമ്പോൾ ഒരു 20-25 30 ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? വാഹനം മൂവ് ആയി തുടങ്ങും. എന്നാൽ ഇടത്തരം വാഹനമൊക്കെ ആകുമ്പോഴോ ഒരു 35-40 ആകുമ്പോഴേ മൂവ് ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ പഴയ വാഹനമൊക്കെ ആകുമ്പോഴോ ഒരു 60-65 ആകാതില്ല, മൂവ് ആകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൽ തന്നെ നിങ്ങൾ കയറിയിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ പിന്നെ എന്ത് ഹാഫ് എന്ത് ചെയ്യും? ഹാഫ് എന്നല്ല പറയേണ്ടത്, ബൈറ്റിൻ പോയിന്റ്. എന്തിനേയും സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റിനാണ് ബൈറ്റിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൈറ്റിൻ പോയിന്റ് നമുക്ക് തന്നെ അറിയാം. താഴെ 0 മേളിൽ 100. അപ്പൊ ഞാനൊരു കണക്ക് തരികയാണ്. ആ ബൈറ്റിൻ പോയിന്റ് വരെ ഒന്നുമില്ല, പ്ലേ ആണ്. അതായത് ക്ലച്ചിന് താഴെ മുതൽ ഈ 49 വരെ എന്ത് ചെയ്യുന്ന പ്ലേ ആണ്. ഈ 50 മുതൽ മുകളിൽ ഒരു 95% വരെ ഉള്ളത് ക്ലച്ച്. 5% മുകളിലും പ്ലേ ആണ്. നമ്മളിപ്പോ ഈ വണ്ടി ഓടിക്കുന്ന എല്ലാ സാധനത്തിലും പ്ലേ ഉണ്ട്. അതായത് ക്ലച്ചിന് പ്ലേ ഉണ്ട്, ബ്രേക്കിന് പ്ലേ ഉണ്ട്, ആക്സിലറേറ്ററിന് പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗിന് പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ ഗിയറിനും പ്ലേ ഉണ്ട്. നമ്മളിപ്പോ വണ്ടി ഓടിക്കുന്ന എല്ലാത്തിനും പ്ലേ ഉണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാത്തിനും പ്ലേ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 5% മുകളിലും പ്ലേ ആണ്. അപ്പൊ ഈ ബൈറ്റിംഗ് പോയിന്റ് മുതൽ 95% വരെ ഉള്ള എന്താ ക്ലച്ച് ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ എല്ലാവരും എന്ത് ചെയ്യും? നിങ്ങളെല്ലാം എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പതിയെ അവിടെ എന്ത് ചെയ്യും? ഈ ക്ലച്ച് നീ 49% വരെ പകുതി എടുക്കും. ഈ പകുതി എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഈ വണ്ടിക്ക് ഒരു അനക്കം കിട്ടി എന്ന് പറഞ്ഞോളൂ. ഞാനത് അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നിങ്ങൾ ഇങ്ങനെ പതിയെ ഇങ്ങനെ എടുക്കും. ഈ പതിയെ എടുത്തോണ്ട് ഇങ്ങനെ അവിടെ വരെ വന്നു കഴിയുമ്പോൾ തന്നെ എന്നിട്ട് ഈ പകുതി ആകുമ്പോൾ ഈ വണ്ടിക്ക് ഒരു അനക്കം വന്നു കണ്ടില്ലേ? ഈ അനക്കം വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് എടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഈ വണ്ടി പെട്ടെന്ന് ഇടിച്ച് ഓഫായി പോകാനുള്ള കാരണം. അപ്പൊ ഈ എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പകുതി ആകുന്നിടം വരെ നമുക്ക് പെട്ടെന്ന് വന്നാലും, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൂടെ ക്ലാസ് എടുക്കുന്നവരെല്ലാം ഞാൻ എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് പോരുന്നത്. അപ്പം അവർക്ക് ആ പേടി കൂടെ അതുകൊണ്ട് അവർ ആ വാഹനം ഓടിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നതിന് നിങ്ങൾ ഇത്രത്തോളം എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് കാലിന് ബാലൻസ് ആക്കണം. അതായത് ഈ ഒരു ഗിയറിൽ ഇട്ടിട്ട് നിങ്ങൾ അത്രത്തോളം ഇങ്ങനെ കൊണ്ടുവരിക, വീണ്ടും ചവിട്ടുക, വീണ്ടും എടുക്കുക. കണ്ട, ഈ ഒരു ബാലൻസ് നമുക്ക് കിട്ടും. അപ്പൊ പേടി അങ്ങ് മാറും. അപ്പൊ ബൈറ്റിംഗ് പോയിന്റ് മുതൽ മുകളിലേക്ക് വേണം എന്ത് ചെയ്യാൻ? പതിയെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ തൊട്ട് ഈ സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് എന്ത് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകുന്നതും
അതുപോലെ തന്നെ കൈ കൺട്രോൾ ഇല്ലാതെ പെട്ടെന്ന് സ്പീഡിലേക്ക് പോകും. നമുക്ക് തന്നെ അറിയാം, ഇടുങ്ങിയ ഒരു സ്ഥലമാകുമ്പോഴും വീടിന്റെ മിറ്റമാകുമ്പോഴും കാർ പോസ്റ്റ് ആകുമ്പോഴും ട്രാഫിക് ബ്ലോക്ക് ആകുമ്പോഴും സ്പേസ് ഫ്രണ്ടിലില്ല. ആ സ്പേസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ആ വണ്ടി മൂവ് ആകുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഈ സ്പീഡിൽ പോകുമ്പോൾ അവിടെ പോയി തട്ടും. എല്ലാവരും ഈ സ്റ്റിയറിങ്ങിന് ഭയങ്കര ഈ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടാണ് ആ പേടി ഉണ്ടാകുന്നത്. കാരണം ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ സ്പീഡിൽ തിരിഞ്ഞില്ലെങ്കിൽ പോയി മതിലിടിക്കും എന്നുള്ള പേടി കാരണമാണ് പലരും എന്ത് ചെയ്യുന്നത്, വണ്ടി എടുക്കാത്തത്. അപ്പൊ നമുക്ക് ആ ക്ലച്ച് ആ ഒരു ഞാൻ പറഞ്ഞില്ല, ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ ഒരുപാട് മുകളിലോട്ട് പോകാതെ എന്ത് ചെയ്താൽ മതി, എടുക്കുമ്പോൾ നമുക്ക് ആ നോർമൽ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി എടുക്കാൻ കഴിയും. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വരും. തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണ്, വളരെ ആഗ്രഹമാണ്, പക്ഷെ വാഹനം ഓടിക്കാൻ പേടി, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിനു ശേഷം 1-2 പ്രാക്ടീസ് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വീട്ടിൽ വാഹനം ഉണ്ടോ എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്നാണ് എന്റെ ജില്ല ഏതാണ് കരുതുന്നത്. കാരണം ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കും, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ, എന്റെ ജില്ലയിൽ വരുമോ. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേ അറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലയുടെ ഇടയിലുള്ള കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഞാൻ ഇനിയും പുതിയതായിട്ട് ഇനിയിപ്പം ഓൾ ഇന്ത്യ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്ത് പെട്ടെന്ന് ഓർത്തുകൊണ്ട് ഓടി പോകരുത്. നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇപ്പൊ എല്ലാവർക്കും പേടിയുള്ള കാരണം എന്താ, ഈ ഗിയറും ക്ലച്ചും ഉള്ള കാരണത്താൽ വണ്ടി എടുക്കാനാണ്. ഏറ്റവും ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ പോലും അവര് പറഞ്ഞു തരും, ക്ലച്ചുള്ള വണ്ടി ഓടിക്കാനാണ് ഏറ്റവും സുഖം. ഓട്ടോമാറ്റിക് വണ്ടിയെക്കാളും സുഖം ക്ലച്ചുള്ള വണ്ടിയാണ്. കാരണം ആ ഒരു ക്രൈസ് കിട്ടണമെങ്കിൽ വണ്ടി ഓടിക്കുന്നതായിട്ട് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിലും ക്ലച്ചുള്ള വണ്ടി, ഞാൻ എന്നോട് ഇപ്പൊ ആരോട് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മാനുവൽ വണ്ടിയായിരിക്കും കൂടുതലും സജസ്റ്റ് ചെയ്ത്. ആരും ചോദിക്കും മാനുവൽ വണ്ടിയാണോ നല്ലത്, ഓട്ടോമാറ്റിക് വണ്ടിയാണോ പലരോട് ചോദിക്കാറുണ്ട്. അപ്പൊ അവരോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് മാനുവൽ വണ്ടി ആയിരിക്കും നല്ലത് തന്നെ എന്നാണ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഈ ക്ലച്ചിന്റെ ബാലൻസ് കിട്ടാതെ നമുക്ക് ആ പേടികളൊക്കെ ഉണ്ടാകും. ഈ ഒരു രീതി നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ വാഹനത്തിൽ, കാരണം നമ്മളിപ്പോ എടുത്തിയാടി അങ്ങോട്ട് കയറി ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടണമെന്നില്ല. നമ്മൾ ചെയ്ത് നമ്മൾ നടക്കുന്നത് എങ്ങനെയാ, നമ്മൾ ആദ്യം പെരക്കകത്തൂടെ കൈ പിടിച്ച് നടത്തിക്കും, അത് കഴിഞ്ഞ് കൈ പിടിച്ച് നടത്തിക്കും, മുറ്റത്തൂടെ കൈ പിടിക്കും, മുറ്റത്തൂടെ കൈ പിടിച്ച്, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് ഇറങ്ങി വെളിയിലോട്ടൊക്കെ ഇറങ്ങി ദൂരെ നടന്നു പോകുന്നെന്ന് പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, ദൂരെ നമുക്ക് നടക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു ബാലൻസ് കിട്ടാൻ നമുക്ക് നടത്തത്തിന്റെ സ്റ്റാർട്ടിങ് എവിടെയാ, പെരക്കകത്തൂടെ കൈ പിടിച്ചെന്ന് പറഞ്ഞതുപോലെ അതേ ഉള്ളൂ. ഇനിയിപ്പം ദൂരെ നടക്കുന്ന പറഞ്ഞാൽ നമുക്ക് ആ ക്ലച്ചിന്റെ കൺട്രോൾ നമ്മൾ എങ്ങനെയാണോ കാല് നമ്മൾ ആ ഒരു ക്രമമായിട്ട് എങ്ങനെയാണോ നമുക്ക് കാലിന്റെ ബാലൻസ് പിടുത്തം കിട്ടുക, നമുക്ക് അപ്പൊ സ്ലോയി വന്ന് നമ്മുടെ പേര് എഴുതുമ്പോൾ നമ്മൾ അതൊക്കെ ആദ്യം എഴുതുമ്പോൾ നമുക്ക് സമയം കൂടുതൽ വേണമായിരുന്നു. പിന്നെ എഴുതിയപ്പോൾ സമയം സെക്കൻഡുകൾ മതി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സെക്കൻഡുകൾ മതി. അതുകൊണ്ട് ഒരു ബാലൻസ് കാണുമ്പോൾ ആ നമുക്കൊരു സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാലുകൾ പോവുകയും പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എവിടെയാണോ പതിയെ നിൽക്കേണ്ട ആ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് സ്പീഡ് കൂടാതെ ഒരു ഇടുങ്ങിയ സ്ഥലത്തൂടെ ആണെങ്കിലും വീടിന്റെ മുറ്റത്ത് എടുക്കുമ്പോഴാണെങ്കിലും ക്ലച്ച് മുകളിലോട്ട് അധികം പോകാതെ തന്നെ എന്ത് ചെയ്യാം, വീടിന്റെ മുറ്റത്ത് വന്നാന്നേലും അതുപോലെ തന്നെ കാർ പോർച്ചിൽ നിന്ന് ഇടുങ്ങിയ സ്ഥലത്തൂടെ ട്രാഫിക് ബ്ലോക്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ട്രാഫിക് ബ്ലോക്കിലായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ക്ലച്ചിന്റെ കൺട്രോൾ നിലനിർത്തി നമുക്ക് പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം, ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അല്ല ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നാണോ എന്ന് വിചാരിക്കും, ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. പലരും ചിലപ്പോൾ നിങ്ങളെ കളിയാക്കാം, ഈ പ്രായത്തിലാണ് പഠിക്കാൻ പോകുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പലരോടും ചോദിക്കുന്നത്. അവർക്ക് പറഞ്ഞു തരാൻ അവരുടെ കഴിവില്ല. പിന്നെ നമുക്ക് എങ്ങനെ പഠിക്കാൻ വേണം. അപ്പൊ നിങ്ങൾ എന്റെ ചാനലിൽ വന്ന് നിങ്ങൾ ഒരു നാണവും വിചാരിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്റെ ചാനലിൽ വന്ന് ചോദിക്കാൻ ഞാനത് സമയം കിട്ടുന്ന പോലെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുള്ളതും കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.